ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് വെച്ചിട്ടൊരു ഇടിയപ്പമാണ്. അതിന് ഗോതമ്പ് മാവ് ഞാൻ വറുത്തോണ്ടിരിക്കുകയാണ്. ഗോതമ്പ് മാവ് നന്നായിട്ട് വറുക്കണം. ഇത് ഷുഗർ പേഷ്യൻറ്റിനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഇടിയപ്പമാണ്. ഒരുമാതിരി നന്നായിട്ട് ഈ പറക്കുന്ന പൊടി പറക്കത്തില്ല, അതേ രീതിയിൽ ഇത് വറുത്തെടുക്കണം. അരിപ്പൊടി പത്തിരിക്കൊക്കെ വറുക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ അത് പറക്കണം പൊടി. അതുവരെ നമ്മൾ വറുത്തെടുക്കണം. എന്നാലും കരിഞ്ഞു പോകരുതേ. ഈ സമയം നമ്മൾ ഇപ്പുറത്തെ ഒരു പാത്രത്തിൽ, ചായ പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പൊടി ശരിയായിട്ടുണ്ട്, പറക്കാൻ തുടങ്ങി. ഇനി ഇത് ഓഫാക്കിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഇത് കുഴയ്ക്കാനുള്ള വെള്ളം തിളയ്ക്കട്ടെ. ഈ വെള്ളം തിളയ്ക്കട്ടെ. കുഴയ്ക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ച് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിക്കണേ, ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപടി ഇരിക്കട്ടെ, ഇതിൻ്റെ ചൂട് പോകട്ടെ. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടെല്ലാം പോയിട്ടുണ്ട് മാവിൻ്റെ. നമുക്കിത് കുഴച്ചെടുക്കാം. ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. അച്ചിലേക്ക് മാവ് ഇടുകയാണ്. ഇപ്പോൾ ഉപ്പുണ്ടോന്നൊക്കെ നോക്കിക്കോണേ. ഉപ്പുണ്ടോ വേണ്ടതൊക്കെ അന്നേരം ചേർത്ത് ഒന്നുകൂടി കുഴച്ചാൽ മതി, ഉപ്പില്ലെങ്കിൽ. ഇനി ഇലയിലേക്ക് നമ്മളത് തിരിച്ചിടുക. കുറച്ച് തേങ്ങ വെക്കുന്നു. ഈർക്കാണ്. തേങ്ങ ഇടുന്നു.
ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഇടിയപ്പം. ഇങ്ങനെ നമ്മുടെ ഇടിയപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ആവിയിലിരുന്ന വരട്ടെ. അങ്ങനെ നമ്മുടെ ഇടിയപ്പമൊക്കെ വെന്തു. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിയപ്പമാണ്. വളരെ വേഗത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.